രാവിലെ തന്നെ നമ്മൾ കേട്ട ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓച്ചിറയിൽ നിന്നും ഒരു കാറ് അപകടത്തിൽ, അതായത് താർ ജീപ്പ് KSRTC ബസ്സിലേക്ക് ഇടിച്ച് കയറിയിട്ട് ഭർത്താവാണ് കാർ ഓടിച്ചിരുന്നത്. 2 മക്കള് മരിച്ചു, ഭർത്താവും മരിച്ചു, അതുപോലെ സ്ത്രീയും മറ്റു ഭാര്യയെയും മറ്റൊരു കുഞ്ഞിനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്, അതായത് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ കണ്ണ് മാത്രം തുറക്കത്തില്ല, അതായത് നമ്മൾ മാത്രം ഒരു അഹങ്കാരവും കാണിക്കത്തില്ല എന്നുള്ള തരത്തിലാണ്. നല്ല അഹങ്കാരമാണ് റോഡിൽ കാണിക്കുന്നത്. അതായത് പൈസയുള്ളവനും ഇല്ലാത്തവനും ഒക്കെ പോകുന്ന പബ്ലിക്കായിട്ടുള്ള റോഡിൽ ഇവരൊക്കെ കാണിക്കുന്ന തോന്നിയവാസങ്ങൾ, അത് കാറായാലും വേണ്ടിയില്ല, ബസ്സായാലും വേണ്ടിയില്ല, ഏതവനായാലും വേണ്ടിയില്ല, ഒരുപാട് എണ്ണം കാണിക്കുന്ന തോന്നിയവാസം തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള ശിക്ഷകൾ കൊടുക്കുന്നത്. അതിലെന്ന് പറഞ്ഞാൽ കുറെ കുഞ്ഞുങ്ങളായ നിരപരാധികൾ പോലും അടങ്ങുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് വലിയൊരു സങ്കടം എന്ന് പറയുന്നത്. അതായത് പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല, ഇത് എൻ്റെ കാറ്, ഞാൻ മേടിക്കുന്നത് എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. താറ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാറ് വാങ്ങിക്കുന്നത്. ഒരു ഇടിയൊക്കെ ഇടിച്ചു കഴിഞ്ഞാലും മറ്റുള്ള വണ്ടിക്കാരൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും എനിക്കൊന്നും സംഭവിക്കില്ല എന്നാണ് ചിലരുടെയൊക്കെ ധാരണ എന്നുള്ളതാണ്. അതുപോലെ എയർ ബാഗ് ഉണ്ടെങ്കിൽ എനിക്കൊന്നും പറ്റൂല, എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഞാൻ സുരക്ഷിതനായിരിക്കും, മറ്റുള്ളവൻ എന്ത് പറ്റിയാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ സുരക്ഷിതനല്ലേ, പിന്നെ എന്താണ് വേണ്ടത് എന്നുള്ള ചിന്താഗതിയാണ് ചിലർക്ക്. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഒന്നും 10ഉം 20ഉം ലക്ഷത്തിന്റെ കാറ് വാങ്ങിക്കാൻ കഴിയില്ല. വളരെ ചുരുങ്ങിയ വിലയിൽ കാറ് വാങ്ങിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെ സൂക്ഷിച്ചു പോകുമ്പോഴായിരിക്കും എനിക്കൊന്നും പറ്റില്ല എന്നുള്ള ചിന്താഗതിയോട് കൂടിയിട്ട് ഒരുപാട് പേര് ഇതുപോലെയുള്ള വലിയ വണ്ടികളുമായിട്ട് വന്ന് കാണിക്കുന്ന അഭ്യാസങ്ങളെ കാണിക്കില്ല. നമ്മൾ റോഡിലേക്ക് ഇറങ്ങി നോക്കിയാൽ മതി. ഇന്നിപ്പോഴും നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോഡിന്റെ സൈഡിൽ പോലും നിൽക്കാൻ കഴിയില്ല. ഒരു 2 ദിവസം മുമ്പ് നമ്മൾ എല്ലാവരും കണ്ടതാണ്, റോഡ് സൈഡിൽ ബസ് കാത്ത് നിൽക്കുന്നവർക്ക് പോലും ഇപ്പോഴും രക്ഷയില്ലാത്ത അവസ്ഥയിലാണ്. കാരണം ഇവരൊക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ അമിതമായ സ്പീഡിലാണ്. ഇവരുടെയൊക്കെ ധാരണ ഇത് 2 മലക്കം മറിഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഞങ്ങൾ സുരക്ഷിതരാണ്. പക്ഷെ മറ്റുള്ളവരുടെ കാര്യമോ, അവരുടെ കാര്യം ദൈവം നോക്കണം എന്നുള്ളത് പോലെയാണ്. അവരുടെ കാര്യങ്ങളൊന്നും എനിക്കറിയണ്ട, റോഡ് സൈഡിലുള്ള പല ആൾക്കാരുണ്ടാകാം, അവരുടെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയണ്ട. ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഈ മരണപ്പാച്ചിലുണ്ടല്ലോ, അത് ബസ്സായാലും വേണ്ടിയില്ല, അതുപോലെ തന്നെ ലോറി ആയാലും വേണ്ടിയില്ല. പിന്നെ ലോറിക്കാരിപ്പം കുറവാട്ടോ, ലോറിക്കാരിപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഓടിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബസ്സാണ്, പ്രൈവറ്റ് വണ്ടികൾ, അതുപോലെ കാറുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഓവർ സ്പീഡിൽ ഓടിക്കുന്നത്. അതുമാത്രവുമല്ല, എല്ലാവരും പറയുന്നുണ്ട് ഈ അമിതമായിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴും ഈ അമിതമായ ലൈറ്റ് തന്നെയാണ് ഈ അപകടത്തിന് പ്രധാനപ്പെട്ട കാരണം. അമിതമായ ലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഓവർ സ്പീഡുകളാണ്, പിന്നെ ഉറക്കമാണ്, പിന്നെ തലേന്ന് രാത്രി ചിലപ്പോൾ നല്ല വെച്ച് കീറിയിട്ടുണ്ടാകും. എന്തിനധികം പറയും, നിങ്ങൾ ബാറിൻ്റെ അടുക്ക പോയി നോക്കിക്കഴിഞ്ഞാൽ പാർക്കിങ്ങിൽ വണ്ടി കാണാം. ഈ പാർക്കിങ്ങിലെ വണ്ടി മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡ്രൈവറിങ് കൊണ്ടാണോ നടക്കുന്നത്? ഒരിക്കലുമല്ല. എല്ലാവരും 2 എണ്ണം മിനിറ്റിനെയാണ് പോകുന്നത്. ഇനി കൂടി വന്നു കഴിഞ്ഞാൽ കുറച്ച് ഫൈൻ അടക്കണം, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം സസ്പെൻഡ് ചെയ്യും. അത് നമുക്കൊരു കാര്യം ചെയ്യാം, അത് ഏതെങ്കിലും രാഷ്ട്രീയ ഏതെങ്കിലും ഒരു പിടിപാടുള്ളവനെ കൊണ്ടൊന്ന് പറയിച്ചു കഴിഞ്ഞാൽ അതിലും ഊരി വരാം എന്നുള്ള ആത്മവിശ്വാസം ചില തെണ്ടികൾക്ക് നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവന്മാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ 2 എണ്ണം വിട്ടിട്ടായാലും വണ്ടി ഓടിക്കുക. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ തോത് നോക്കിയിട്ടാണോ ശിക്ഷ എന്നറിയില്ല, പക്ഷെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈന് വരികയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര 2000 3000 ആണ്, ഇപ്പൊ 10,000 എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഇത് ശിക്ഷ ലഘൂകരിക്കുന്നതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുകയാണ്, അതായത് ഒരിക്കലും വെള്ളം അടിച്ച് പിടിച്ചവനെ പിന്നീട് ജീവിതത്തിൽ പിന്നെ അവന് വണ്ടി തൊടാൻ കഴിയാത്ത രീതിയിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെയുള്ള അപകടങ്ങൾ ഇല്ലാത്തത്? അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നിയമലംഘനങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പരസ്പരം മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബാംഗ്ലൂർ നഗരത്തിൽ ഓടുന്ന വണ്ടികൾ, എത്രമാത്രം വണ്ടികൾ ബാംഗ്ലൂർ നഗരത്തിൽ ഓടുന്നുണ്ട്. അവിടെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് കാണുന്നില്ല, ചെറിയ തോതിലെല്ലാം ഉണ്ടാകും. അതുപോലെ ചെന്നൈയിൽ ഇങ്ങനെയുള്ള വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞ് ഒരുപാട് വണ്ടികളും കാര്യങ്ങളും ഒക്കെ ഓടുന്നുണ്ട്. വളരെയധികം മര്യാദയോട് കൂടിയിട്ടാണ് ഓടിക്കുന്നത്. നേരെ മറിച്ച് നമ്മുടെ കൊച്ചിയിൽ വന്നാൽ എന്താ സ്ഥിതി? അവിടെയുള്ള പ്രൈവറ്റ് ബസ്സുകാരും പ്രൈവറ്റ് കാറുകാരും ഇവരൊക്കെ ഓട്ടോറിക്ഷകളും ഇവരൊക്കെ കാണിക്കുന്ന തെണ്ടിത്തരങ്ങൾ കണ്ടിട്ടുള്ളൂ. കൊച്ചിയിലെ മാത്രമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ മലയാളികൾ അങ്ങനെയാണ്. നമ്മൾ ഭയങ്കര പ്രബുദ്ധരാണ്, നമ്മൾ ഭയങ്കര ബുദ്ധിയുള്ളവരാണ്, നമ്മൾ എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ മുന്നിട്ട് നിൽക്കുന്നതാണ്. പക്ഷേ ഞാൻ പറയുകയാണ്, മലയാളികൾ എന്ന് പറഞ്ഞാൽ വെറും അഹങ്കാരികളും തന്നിഷ്ടപ്രകാരികളും മാത്രമാണ്, അല്ലാതെ വേറൊരു കോപ്പും അവർക്കില്ല.
അവരൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ നിയമം അനുസരിച്ച് ഇങ്ങനെ തൊഴുതു നിൽക്കും. എന്തുകൊണ്ടാ? കീശയിലെ പൈസ പോകുന്നതായിട്ടും അതുപോലെ തന്നെ ജോലി പോകണ്ട എന്ന് കരുതിയിട്ടും പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് പുറത്തു വിട്ടാലോ എന്നുള്ള ഭയം കൊണ്ടും അവിടെയുള്ള എല്ലാവരും വളരെയധികം ഇങ്ങനെ നിൽക്കുവായിരുന്നു. നേരെ മറിച്ച് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇവരെയൊക്കെ സ്വഭാവം മാറിയില്ലേ? നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇവനൊക്കെ കാണിക്കുന്ന തെണ്ടിത്തരം എന്താണ്? വലിയ വലിയ കാറുകൾ എടുക്കുക, ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട്, അതായത് വഴി നടക്കാൻ പോലും കഴിയുന്നില്ല, എല്ലാവർക്കും തിരക്കാണ്, തിരക്കോട് തിരക്ക്, എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. എന്നിട്ട് എവിടെ എത്തി? നേരെ മുകളിൽ പോണ്ടി വന്നില്ലേ? ഇതാണ് പല ആൾക്കാരുടെയും അവസ്ഥ എന്ന് പറയുന്നത്. പല ആൾക്ക് ടൂ വീലർ കൊണ്ടൊക്കെ ചില ആൾക്കാർ കാണിക്കുന്ന അഭ്യാസങ്ങളെ കാണണം. ഇതെന്ന് പറഞ്ഞാൽ 2 ചക്രത്ത് പോകുന്നതാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ റോഡിൽ വഴുക്കുണ്ടാകാം, അതുപോലെ കുഴിയുണ്ടാകാം. ഇതൊന്നും നോക്കാതെ ചില ആൾക്കാർ കാണിക്കുന്ന തെണ്ടിത്തരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലോട്ട് നോക്കി നിന്നു പോകും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എല്ലാവരും സൂക്ഷിച്ചു കഴിഞ്ഞാൽ നല്ലത്. അത് കുറച്ച് നാൾ മുമ്പ് നമ്മുടെ സുരേഷ് ഗോപിയുടെ മകൻ പറഞ്ഞിരുന്നു, ഇതുപോലെ കാണിക്കുന്ന ഉമ്മറയ്ക്ക് കൈകാര്യം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അവനൊരു ഇതൊക്കെ പറഞ്ഞതാണ്. ചില കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് തന്നെ നല്ല രീതിയിൽ ദേഷ്യം വരും. അതായത് ചില ബസ്സുകാരൊക്കെ കാണിക്കുന്ന മൊടന്തുകള് കാണണം. നിങ്ങളെ അതുപോലുള്ള മൊട എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവരൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനെതിരെ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ വേറെ ആർക്കും കഴിയില്ല. അതായത് ഇവിടെ ഒരു നടപടി എടുത്തിട്ടും കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു നടപടി എടുത്തിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് ഇനിയിപ്പോൾ നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ബാറിന്റെ മുന്നിൽ പോയി നിന്നാൽ മതി. ഇഷ്ടംപോലെ കുടിയന്മാരെ കിട്ടുമായിരുന്നു. അല്ലാതെ റോഡിൽ ഇറങ്ങിയിട്ട് ഊതിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബാറിൽ നിന്ന് വരുന്ന വണ്ടികൾ അത് മാത്രം നോക്കിയാൽ മതി. പക്ഷെ അതാരും ഒന്നും ചെയ്യത്തില്ല. അവന്മാരും ഇറങ്ങുന്ന റോഡിലേക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇനി എന്ത് ചെയ്തു കഴിഞ്ഞാലും പിടിപാട് ഉണ്ടാവും, അല്ലെങ്കിൽ അവനെ കൊണ്ട് പറയിക്കാം, ഇവനെ കൊണ്ട് പറയിക്കാം എന്ന് കരുതിയിട്ട് ചില ആൾക്കാർ ഇല്ല, ഈ പൈസയല്ലേ പോകുന്നുള്ളൂ, ഈ പൈസ പിടിച്ചാലല്ലേ പോകുള്ളൂ, പിടിച്ചില്ലെങ്കിൽ ഈ പൈസ ഒന്നും പോകത്തില്ലല്ലോ എന്നുള്ള ഒരു ധാരണ മിക്കവാറും എനിക്ക് തോന്നുന്നത് ഈ വലിയ വലിയ കാറുകളൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികമൊന്നും ആൾക്കാരൊന്നും ശ്രദ്ധിക്കാറില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ടീമിന്റെ ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ആത്മവിശ്വാസമാണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വണ്ടി വലിയ വണ്ടിയാണ്, ഞങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല, ഞങ്ങളുടെ വണ്ടി ബോഡിയൊക്കെ നല്ല അടിപൊളി ബോഡിയാണ്, അതുകൊണ്ട് തന്നെ ഒന്നും സംഭവിക്കത്തില്ല. ഇന്നത്തെ ആ ഒരു വണ്ടി അപകടം ഓച്ചിറയിൽ നടന്നത് കൃത്യമായിട്ടും ആ കാറുകാരന്റെ വേഗത, അതാണ് നിങ്ങൾ നോക്കേണ്ടത്. അവന്റെ ഭാര്യയും മക്കളുമാണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് എന്നുപോലും ആ അഹങ്കാരിക്ക് മനസ്സിലായില്ല. സ്വന്തം തന്തയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ചൊക്കെ അഹങ്കാരം നമുക്ക് കുറക്കാം. അതുപോലെ നമുക്ക് ക്ഷീണമുണ്ടോ, ഉറക്കമുണ്ടോ, അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ച് വിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്താൻ 10 മിനിറ്റ് ലേറ്റായാലും അവിടെ ഒന്നും സംഭവിക്കാനില്ല. അതാദ്യം മനസ്സിലാക്കുക. ഇവിടെ ഉറക്കമൊഴിഞ്ഞ് ചത്ത കണ്ണുകളുമായിട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ ആലോചിക്കണം, ഒരു നിമിഷം മതി. അതായത് ഒരുപാട് പേരുടെ ജീവിതം വളരെ മോശമായ അവസ്ഥയിലെത്തിക്കാൻ എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നിത്യേന നമ്മുടെ നാട്ടിൽ നടക്കുന്നതെങ്കിലും ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിൽക്കാൻ പോകുന്നില്ല. കാരണം എന്താ, ഇതെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയായ അപകടം സംഭവിക്കും, അല്ലെങ്കിൽ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് മാത്രം നോക്കുന്ന സ്വാർത്ഥന്മാരുടെ നാടായിട്ട് നമ്മുടെ മലയാള മണ്ണ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണിത്. എല്ലാവരുടെ കയ്യിലും പണമുണ്ട്, അതുകൊണ്ട് എന്തും പണം കൊടുത്ത് ജീവിക്കാം. ചികിത്സ എത്ര വേണമെങ്കിലും പണം കൊടുത്ത് നമുക്ക് നേടാം. ഏതറ്റം വരെ പോയിട്ടും ഞങ്ങൾ ചികിത്സ നേടിയിരിക്കും. ഇൻഷുറൻസ് ആണെങ്കിൽ നമുക്ക് വാരിക്കോരി തരും എന്നുള്ള ധാർഷ്ട്യമാണ് പലരുടെയും ചിന്താഗതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.